പത്തനംതിട്ട കലഞ്ഞൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. കാർ യാത്രക്കാരായ 2 പേരാണ് മരിച്ചത്. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഷിജോ കുര്യനുണ്ട് അപകട സ്ഥലത്ത് നിന്ന് തത്സമയം. ഷിജോ, എന്താണ് അപകട കാരണം? രാവിലെ തന്നെ ഒരു സങ്കട വാർത്തയാണ് വരുന്നത്. ഈ മരിച്ച ആളുകൾ എവിടെ നിന്നുള്ളവരാണ്? ഗൂഗിൾ പ്രവിധ, അങ്ങേറ്റം സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് രാവിലെ തന്നെ പുറത്തു വരുന്നത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കോന്നി വലിയപള്ളിക്ക് സമീപമാണ്, കലഞ്ഞൂർ വലിയപള്ളിക്ക് സമീപമാണ് പുലർച്ചയോടുകൂടി ഒരു വാഹനാപകടമുണ്ടായത്. എതിർദിശയിൽ വന്ന തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഒരു ലോറിയും കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ അപകടത്തിൽ 2 പേർ ഈ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. തെങ്കാശി സ്വദേശികളായിട്ടുള്ള സുന്ദർരാജിന്റെ മകൾ രജനി, ഈ പറയുന്ന 2 പേരും അപകടം നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാറിലുണ്ടായിരുന്ന മറ്റ് 2 പേരെ പരിക്കുകളോടെ പത്തനാപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ലോറി തമിഴ്നാട്ടിൽ നിന്ന് കച്ചിയും കയറ്റി പത്തനംതിട്ട ഭാഗത്തേക്ക് വരികയായിരുന്നു. കാറ് പത്തനംതിട്ടയിൽ നിന്ന് തെങ്കാശിയിലേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ലോറി നിയന്ത്രണം തെറ്റി കാറിലേക്ക് വന്ന് ഇടിച്ച് കയറുകയായിരുന്നു. ഇപ്പോൾ ഡിവൈഡറൊക്കെ തകർത്ത് സമീപത്തെ തോട്ടിലേക്ക് ഈ ലോറി പോയി നമുക്ക് കാണാം. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരടക്കം നമുക്ക് ചേരുകയാണ്. ഈ അപകടം എങ്ങനെ സംഭവിച്ചത് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നേ? ഈ പത്തനാപുരം ഭാഗത്തു നിന്ന് വന്ന ലോറി ഉറങ്ങിപ്പോയിട്ട് നമ്മുടെ കോന്നി ഭാഗത്തു നിന്ന് കാർ ഇടിച്ചാലാണ് സാധ്യത ഉള്ളത്. മരിച്ചു അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ആളുകളുടെ വിവരങ്ങളൊക്കെ കിട്ടിയോ? ഇല്ല, കൂടുതൽ വിവരം കിട്ടിയില്ല. തമിഴ്നാട് സ്വദേശികളെന്നറിയാം. ഈ കാറിലുണ്ടായിരുന്ന 2 പേരാണ് മരിച്ചത്. ലോറി ഓടിച്ച ആൾക്കാരും തമിഴ്നാട്ടുകാരാണോ? ലോറി നിയന്ത്രണം തെറ്റി അല്ലെങ്കിൽ ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയിട്ട് വന്ന് ഇടിച്ചു കയറിയതാണോ? സാധ്യത ഉറങ്ങിപ്പോയാൽ സാധ്യത. പരിക്കേറ്റ ആളുകളൊക്കെ എങ്ങോട്ടാ കൊണ്ടുപോയി? പരിക്കേറ്റ ആൾക്കാരെ പത്തനാപുരം EMS ആശുപത്രിയിൽ, പിന്നെ അവരെ അവിടുന്ന് പുല്ലൂർ ആശുപത്രിയിൽ കൊണ്ടിട്ടുണ്ട്. പിന്നെ മരിച്ചവര് നമ്മുടെ കോന്നി മെഡിക്കലുള്ളവരുണ്ട്. പരിക്കേറ്റ ആളുടെയും നില ഗുരുതരമല്ല. ട്രക്കിന് ഡ്രൈവറുടെ പരിക്ക് കുറച്ച് ഗുരുതരമാണ്. ലോറിയിൽ 2 പേരുണ്ടായിരുന്നല്ലോ? ലോറി 2 പേരെ ഉള്ളത്. അപ്പോൾ ഗൂഗിളായി പറയുന്ന പോലെ പുലർച്ചെ ഏതാണ്ടൊരു 4 മണി സമയത്തോടു കൂടിയാണ് ഈ അപകടം നടക്കുന്നത്. എതിർദിശയിൽ വന്ന 2 വാഹനങ്ങൾ, അതിൽ ലോറി നിയന്ത്രണം തെറ്റി കാറിലേക്ക് ഇടിച്ചു കയറുന്നു. കാറിൽ 4 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. തെങ്കാശി സ്വദേശികളാണ്. അത് കാറിൽ യാത്രികരായിരുന്ന അച്ഛനും മകളും സുന്ദർരാജ്, അതുപോലെ രജനി, ഈ പറയുന്ന 2 പേരും മരിച്ചു. അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കാറിലുണ്ടായിരുന്ന ഡ്രൈവറെയും മറ്റൊരാളെയും പത്തനാപുരത്തെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ലോറി ഡ്രൈവറും അതുപോലെ തന്നെ ക്ലീനറും പരിക്കേറ്റത്. അതിൽ ലോറി ഡ്രൈവറിന്റെ നില അല്പം ഗുരുതരമാണെന്നുള്ള വിവരമൊക്കെ പോലീസും പറയുന്നുണ്ട്. എന്തായാലും തമിഴ്നാട്ടിൽ നിന്ന് കച്ചിയും കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ ലോറി ഈ തോട്ടിൽ നിന്ന് കരക്കെത്തിക്കാനുള്ള ശ്രമമൊക്കെ ആദ്യഘട്ടത്തിൽ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് നടന്നിരുന്നു. പക്ഷേ ലോറി പൂർണ്ണമായിട്ടും ലോഡ് നിറഞ്ഞതിനാൽ അത് കയറ്റുന്നതിന് പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ലോറിയിലുള്ള ലോഡ് പൂർണ്ണമായിട്ട് മാറ്റിയതിനു ശേഷം ലോറി കരയ്ക്ക് കയറ്റാൻ വേണ്ടിയുള്ള ആ ഒരു ശ്രമത്തിലേക്ക് ഇപ്പോൾ പോയിട്ടുള്ളത്. എന്തായാലും അങ്ങേയറ്റം ദാരുണമായിട്ടുള്ള ഒരു അപകട വാർത്തയാണ് പുറത്തു വരുന്നത്. 2 പേർ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പരിക്കേറ്റ ബാക്കി ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ്. മരിച്ചുപോയ 2 ആളുകളുടെയും മൃതദേഹം നിലവിൽ കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് നാട്ടുകാരടക്കം എത്തുന്നുണ്ട്. സംഭവം എപ്പോഴാണ് അറിഞ്ഞേ? ഏകദേശം വെളുപ്പിനെ ഒരു 3:30-4 കഴിഞ്ഞപ്പോഴാണ് ആ ടൈം നമ്മൾ അറിഞ്ഞ സമയം. ഈ ലോറി നിയന്ത്രണം തെറ്റി വന്ന് കാറിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു അല്ലേ? അത് തന്നെ തോന്നുന്നത്. കാരണം സ്ലിപ്പ് ആവില്ല, ഉറങ്ങിക്കാണും, അതായിരിക്കും റീസൺ. ഈ സ്ഥലത്ത് നിരന്തരം അപകടം ഉണ്ടാകുന്നുണ്ടല്ലോ. അത് ഈ റോഡിന്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിന്റെ അലൈൻമെന്റും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനിയും കുറയും. അപ്പോൾ അങ്ങനെ ഈ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ അടുത്ത കാലത്തായിട്ട് വലിയ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിന്റെ തുടർച്ചയെന്നോണം ഓരോ ദിവസവും ചെറുതും വലുതുമായിട്ടുള്ള അപകടങ്ങളാണ് സംഭവിക്കുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെ ഉണ്ടായ അപകടം അങ്ങേയറ്റം ദാരുണമായിട്ടുള്ള 2 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഒരു അപകടമാണ്. ഇനിയിപ്പോൾ ആ മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. മറ്റ് പരിക്കേറ്റ ആളുകൾ വിവിധ ആശുപത്രികളായിട്ട് ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും ഈ ലോറി ഇപ്പോൾ ഇവിടുന്ന് കരയ്ക്ക് കയറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, നാട്ടുകാരുണ്ട്. എല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടി ഈ ലോറി കരയ്ക്ക് കയറ്റാനുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നത്. ഗൂഗിൾ പ്രവിധ. ഷിജോ കുര്യനാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പത്തനംതിട്ട കലഞ്ഞൂരിലാണ് അപകടത്തിൽ 2 പേർ മരിച്ചത്. തമിഴ്നാട് സ്വദേശികളാണ് മരിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. മറ്റു വിശദാംശങ്ങൾ അവരുടെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.